ഹലോ, അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ കയ്പ്പയ്ക്ക പുളിയുടെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. പിന്നീട് ഞാനതിലേക്ക് ഒരു കയ്പ്പയ്ക്കയാണ് നീളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ സവാള, ഒരു 2 ചെറിയ തക്കാളി എന്നിവ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകിയെടുക്കാം. ഒരു മുറി തേങ്ങ ഞാൻ ചിരകി വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകി വെച്ചു. പിന്നീട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. കയ്പ്പയ്ക്ക കഷ്ണങ്ങൾ അത് ഒന്ന് വഴറ്റിയെടുക്കാനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കയ്പ്പയ്ക്ക ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റി കറി വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അതിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കാം. അതിനായി 1 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എണ്ണയൊന്നും ചേർക്കാതെയാണ് വറുത്തെടുക്കുന്നത്. കയ്പ്പയ്ക്കയൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് സവാള ആഡ് ചെയ്യാം. തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി വറുത്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു പരിപ്പ് വേവിക്കുമ്പോൾ. പിന്നീട് കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കയ്പ്പയ്ക്കയ്ക്കുള്ള ഒരരപ്പ് തയ്യാറാക്കാനായി തേങ്ങയിൽ കൂടെ കുറച്ച് ജീരകം, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് ഒന്ന് നന്നായി സ്മൂത്തായി അരച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു പുളിങ്കറിയാണ്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അമ്മാസ് വ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. അമ്മയുടെ ഒരു അപേക്ഷയാണ്. അതിലേക്ക് തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു വറവ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ഉള്ളി, ഉലുവ, കടുക്, കറുവേപ്പില, വറ്റൽമുളക് എന്നിവ ചേർത്ത ഒരു വറവാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. നല്ല ടേസ്റ്റുള്ള ഒരു പുളിങ്കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും.